യേശുവിൻ്റെ നാമം മാത്രം ഉയർത്താനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തെ ഹല്ലേലൂയ ഇല്ല എന്ന് പറയുവാൻ നാളുകൾ, ആമേൻ, വർഷങ്ങൾ, 2000 വർഷങ്ങളായി. ആമേൻ. പലരും അതിനെ ഇല്ലാതാക്കാൻ, പല ശത്രുക്കളും ദേശാധിപതികളും യേശുവിൻ്റെ നാമത്തെ ഇല്ലാതാക്കുവാൻ, അത് സംസാരിക്കുന്നവരെ ആമേൻ ജയിലുകളിൽ അടിച്ചിടുവാൻ, കൊല്ലുവാൻ, നശിപ്പിക്കുവാൻ നാളുകളാ 2000 വർഷക്കാലം. ആമേൻ, ഹല്ലേലൂയ. പലരും അതിനു വേണ്ടി എഴുന്നേറ്റെങ്കിലും 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ യേശുവിന്റെ നാമം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, അതിന്റെ വിടുതലും ശക്തിയും ദേശങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും അതിനെ, ഹല്ലേലൂയ, അതിനെതിരെയോ തടസ്സമാക്കുവാൻ കഴിയാൻ വയ്യാത്ത പോലെ, ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത്ര ശബ്ദം വെച്ച് എന്തിനാണ് പറയുന്നതെന്ന് ഓർക്കും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഞാൻ, ഹല്ലേലൂയ, കർത്തദാസന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവം 42 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ ദാസന്, ഹല്ലേലൂയ, ഈ ദർശനം കൊടുത്ത്, ഹല്ലേലൂയ, ഈ ദേശത്തെ യേശുവിൻ്റെ നാമം ഉയർത്തുവാൻ, ഹല്ലേലൂയ, ആമേൻ, കൊടുത്ത ദർശനത്തിനായി സ്തോത്രം. ഇവിടെ ഈ സ്ഥലത്ത് എൻ്റെ മാതാവിനും ആ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അവസാനമായി ഇവിടെ പ്രസംഗിച്ചതും എൻ്റെ സഹോദരനാണ്. ഹല്ലേലൂയ. 2-3 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന, ആമേൻ, ആ കൺവെൻഷനിലും എൻ്റെ സഹോദരൻ ഇവിടെ വന്ന് ആ യേശുവിൻ്റെ നാമം ഉയർത്തി. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് എനിക്ക് ഒരു ഭാഗ്യം തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കുമായിരിക്കും, പാരമ്പര്യമായിട്ട് ഈ ഉയർത്താൻ എന്തുകൊണ്ട് കഴിഞ്ഞു? ഹല്ലേലൂയ. എന്തിനാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ആവേശം ഈ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ? ഹല്ലേലൂയ. അനുഭവിച്ച സാക്ഷ്യമാണ്. ഹല്ലേലൂയ. ജനിച്ചപ്പോൾ നടക്കാൻ വയ്യാത്ത ഒരു പൈതലായി എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ജനിച്ചെങ്കിൽ, ആമേൻ, ഒരു മുടന്തിയായി, ആമേൻ, ഹല്ലേലൂയ, ജീവിതം മുഴുവനും, ഹല്ലേലൂയ, മുടന്തി എന്ന് വിളിക്കത്തക്കവണ്ണം, ആമേൻ, ഒരു ജനനം എനിക്കുണ്ടായെങ്കിൽ, ആമേൻ, ഈ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എൻ്റെ മാതാപിതാക്കൾ അറിഞ്ഞതുകൊണ്ട്, ആമേൻ, യേശുവിൻ്റെ നാമത്തെ വിശ്വസിച്ചതുകൊണ്ട്, ഹല്ലേലൂയ, നിങ്ങളുടെ മണ്ണേ, ഹല്ലേലൂയ, ഈ കാലം കൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, ഈ ഉച്ചയ്ക്ക് പറയുന്നതിന്റെ കാരണം ഇന്ന് രാത്രിയിലും ഈ യേശുവിൻ്റെ നാമം, ഉയർന്ന നാമം, ശക്തിയുള്ള നാമം വിശ്വസിക്കുന്നവരില്ല ഈ അടയാളങ്ങൾ നടക്കും. എനിക്ക് മാത്രമല്ല, ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ നാമത്തെ ഏത് ജാതിയെന്നില്ല, ഏത് വർഗമെന്നില്ല, ഏത് നിറമുള്ളവരും നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന് അസാധ്യമായത് ഡോക്ടർമാർ തള്ളിക്കളഞ്ഞത് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നെങ്കിൽ ഇതിനകത്ത് നടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആമേൻ വിടുതൽ നടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് വിശ്വസിക്കും? നിങ്ങൾ ചിലരൊക്കെ കാണാൻ വന്നായിരിക്കും. എൻ്റെ അമ്മയൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് അല്ല, എൻ്റെ സഹോദരനെ കണ്ടിട്ടുള്ളതുകൊണ്ട് വിലയിരുത്താൻ വന്നതാണ്. എങ്കിലും നിങ്ങൾ ക്ഷീണിച്ചു പോകും കേട്ടോ. ഞാനിവിടെ വന്നത്, ഹല്ലേലൂയ, ഞാനൊരു 1.5 ആഴ്ചത്തേക്കാണ് ഇവിടെ വന്നത്. അതോ സുവിശേഷ വേലയ്ക്ക് പല സ്ഥലങ്ങളിൽ പോകാനാണ് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ കാർക്കാട്ടൂർ സ്ഥലത്ത് വന്ന്, ഹല്ലേലൂയ, ഈ യേശുവിനെ, ഹല്ലേലൂയ, എൻ്റെ ബദ്ധപ്പാടിൻ്റെ നടുവിലും ഞാൻ ഓടി പറഞ്ഞതിൻ്റെ കാരണം ഈ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നു. ഇവിടെ എൻ്റെ കർത്താവിനെ ഉയർത്തി കാണിക്കുവാൻ ഇന്ന് രാത്രിയിൽ ആ യേശുവിൻ്റെ നാമത്തിൽ ചിലർക്ക് വിടുതൽ ആവശ്യമാണ്. ഹല്ലേലൂയ. സൗഖ്യം ആവശ്യമാണ്. ഇന്നും ദൈവം രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം തരുന്നുവെന്ന്
നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുവാൻ. അത് മാത്രമല്ല, യേശുവിന്റെ നാമത്തില് ഭൂതശാന്തി നാളുകളായി ദേശത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ശത്രുവിന്റെ കോട്ടകള്, ശത്രുവിന്റെ ശക്തികള് ഇന്ന് രാത്രികാലം വിടുതൽ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷേ അറിയുന്നില്ല, പൈശാചിക ശക്തിയിൽ നീ ബന്ധനത്തിലായിരിക്കുന്നെന്ന് ഒരുപക്ഷേ അറിയത്തില്ല. ഞാൻ ചെറുപ്രായത്തിൽ വളരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലൊരു ആനയെ കൊണ്ട് കെട്ടുമായിരുന്നു. അടുത്തുള്ള ആനപ്പാപ്പന് അവിടെ ആനയുണ്ടെങ്കിൽ അവർക്ക് നല്ല സ്ഥലമില്ല. ഞങ്ങളുടെ വീട്ടിൽ പറമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങളുടെ അവിടെ വലിയൊരു പുളിയുണ്ട്, അവിടെ കൊണ്ടുപോയി കെട്ടും. ഹല്ലേലൂയ. ആ കെട്ടിയിരിക്കുന്ന ആനയെ കാണുമ്പോൾ എനിക്കെന്നും ഓർക്കുമായിരുന്നു, കർത്താവ് ഈ ആന ഒരു വലിച്ചാൽ ആ പുളിയുടെ മരം താഴെ വീഴും. പക്ഷേ ഈ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ഈ ആനയുടെ വിചാരം എന്താണെന്നറിയാവോ? ഹല്ലേലൂയ, ബന്ധനത്തിലാണെന്ന്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതിനകത്തെ ശക്തി, ഹല്ലേലൂയ, ആനയുടെ ബലം ആനയ്ക്ക് തിരിച്ചറിയുന്നില്ല. ദൈവത്തിന്റെ പൈതലേ, നിന്നെ ദൈവത്തെ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി നീ സ്വീകരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇതുവരെ അറിഞ്ഞിട്ടില്ല. നീ ബന്ധനത്തിലാണെങ്കിൽ ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിന്റെ ബന്ധനങ്ങള്, അവൻ മദ്യപാനിയായ നിന്റെ പ്രിയപ്പെട്ടവര് യേശുവിന്റെ നാമത്തില് വിടുതൽ തരുന്ന രാത്രിയാകട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എന്തെന്നറിയുന്നില്ല. ഹല്ലേലൂയ. ദിവസം ഒരു വേദന, രാത്രി കിടക്കുമ്പോൾ ഉറങ്ങാൻ കഴിയുന്നില്ല. ആമേൻ. ശരീരത്തിന് പല സ്ഥലങ്ങളിൽ വേദനകള്. ആമേൻ, ഹല്ലേലൂയ. നിരാശകള്. ആമേൻ. കൂടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാതെ, ആമേൻ, ആത്മഹത്യക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ, ആമേൻ, ഹല്ലേലൂയ, പ്രശ്നങ്ങളുടെ നടുവില്, ദാരിദ്ര്യത്തിന്റെ നടുവില്, ഞെരുക്കങ്ങളുടെ നടുവില് ആത്മഹത്യ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. യേശുവിന്റെ നാമത്തില് വിശ്വസിക്കുന്നുവെങ്കിൽ ലോകം തരാത്ത സന്തോഷം, സമാധാനം, മദ്യപാനത്തിന് തരാത്തത്, വെറിക്കൂട്ടിന് തരാത്തത്, ആമേൻ, യേശുവിന്റെ നാമത്തില് അനുഭവിക്കുവാൻ ഇന്ന് രാത്രി കഴിയട്ടെ. ഹല്ലേലൂയ. അതനുഭവിക്കുന്നത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഹല്ലേലൂയ. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, എൻ്റെ ഹസ്ബൻഡ് അമേരിക്കയിലെ ഒരു കാർഡിയോളജിസ്റ്റാണ്. അതുകൂടാതെ അതിനെക്കാട്ടിലുമൊക്കെ എനിക്ക് ഏറ്റവും, ഹല്ലേലൂയ, പുഴാനുള്ളത് ഞങ്ങൾ കർത്താവിൻ്റെ വേലക്കാരാണ്. ഹല്ലേലൂയ. ഒരു സഭാ ശുശ്രൂഷകരാണ്. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങൾ 2 പേരും ഓർഡൈൻഡ് മിനിസ്റ്റേഴ്സാണ്. ഹല്ലേലൂയ. ജയിലുകളിലും, ഹല്ലേലൂയ, മറ്റുള്ള സ്ഥലങ്ങളിലും, ആമേൻ, ഒക്കെ സുവിശേഷം അറിയിക്കുവാൻ ബന്ധപ്പെട്ട് ഓടിപ്പോകുന്നവരാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ദിവസവും കാണുന്ന ഒരു വ്യക്തികളാണ്. ഡ്രഗ് അഡിക്റ്റിനും മദ്യപാനത്തിലും, ആമേൻ, ആയിരിക്കുന്ന ജയിലിൽ കിടക്കുന്ന അനേകര് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ ആള് മാറിയതുപോലെ വരുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്. അതാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവശക്തി പ്രാപിച്ച ദൈവത്തിന്റെ മക്കള് ഈ നാളുകളിൽ നീ എഴുന്നേറ്റ് പുറപ്പെട്ട് ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുന്ന, വ്യാപരിക്കുന്ന ദൈവശക്തി, ആമേൻ, ദേശം അറിയട്ടെ, ജാതികൾ അറിയട്ടെ. യേശുവിനെ വിശ്വസിക്കുവാൻ പ്രത്യക്ഷമായ അടയാളം നിന്റെ ഭവനത്ത് നടക്കട്ടെ. ദൈവമാണ്, യേശുവാണ് വിടുവിച്ചതെന്ന് ദേശം അറിയുവാൻ, ഹല്ലേലൂയ, കാരണമായി തീരേണ്ടതിന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ മാതാപിതാക്കൾ സ്വസ്ഥതയില്ലാതെ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഹല്ലേലൂയ. പണം ഉണ്ടായിരുന്നു, വലിയ പാരമ്പര്യ കുടുംബത്തിലായിരുന്നു. ഹല്ലേലൂയ. എന്നാലോ എൻ്റെ ഫാദർ ഒരു മദ്യപാനിയായിരുന്നു. ഹല്ലേലൂയ. മദ്യപാനികളെന്നൊന്നും വലിയ ഹല്ലേലൂയ പണക്കാരുടെ വീട്ടുകളിൽ പറയത്തില്ല.
അത് പാവങ്ങളാണല്ലേ മദ്യപാനികൾ എന്ന് പറയത്തുള്ളൂ ഇല്ലേ? അതൊക്കെ പാർട്ടിയിലുള്ള ഒരു പാർട്ടായിട്ടല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് പറ്റി? മദ്യപാനിയാന്ന് ആരും അറിയത്തില്ല, പക്ഷെ കോളേജിൽ പോയി 3 വർഷക്കാലം അല്ല BA ഓൾ ഇന്ത്യയിൽ പോയതാ പഠിക്കാൻ. 6 വർഷക്കാലം കഴിഞ്ഞിട്ടും വിദ്യാഭ്യാസം കംപ്ലീറ്റ് ആക്കിയില്ല. കുടിച്ചും മദ്യവെച്ചും നടക്കുന്ന സമാധാനമില്ലാതെ നടന്ന പാരമ്പര്യമുണ്ട്, പണമുണ്ട്, അതിനൊന്നും കൊടുക്കാൻ കഴിയാതെ മദ്യപാനത്തിന് അടിമയായിരുന്നപ്പോഴാണ് യേശു എൻ്റെ പിതാവിനെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ഒരു പാവപ്പെട്ട ഉപദേശി വഴി കൂടെ പോയപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. ഹല്ലേലൂയ. കോവൂര് കുടുംബത്തിൽ അന്ന് പെന്തിക്കോസുകാരൊന്നും കയറി ചെല്ലത്തില്ല. ഹല്ലേലൂയ. കയറി ചെല്ലാൻ ഭയമുള്ളവരാണ്. ആ സമയത്താണ് എൻ്റെ ഫാദറിനോട് ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. രക്ഷിക്കപ്പെട്ടതാണെന്ന് ചോദിച്ചപ്പോൾ നീ വേറെ പണി നോക്ക, നീ ഹല്ലേലൂയ നീ ചുമ്മാ അത് വയറ്റിപ്പിഴക്കി നടക്കുന്ന ഇതും കൊണ്ട് എൻ്റെ ഇടയ്ക്ക് വരണ്ട. ഹല്ലേലൂയ. എന്നാലോ യേശുവിനെ കുറിച്ച് ഹല്ലേലൂയ നീ യേശുവിൻ്റെ ഹല്ലേലൂയ നിന്നെ രക്ഷപ്പെടുത്തിയതാണോ? ഹല്ലേലൂയ രക്ഷയുടെ അനുഭവം ഉണ്ടോ എന്ന് ഒരു പാവപ്പെട്ട ഉപദേശി വഴി കൂടെ പറഞ്ഞു. അവനെ പറഞ്ഞു വിട്ടെങ്കിലും ആ ചോദ്യം പരിശുദ്ധാത്മാവ് എൻ്റെ പിതാവിനെ ഹല്ലേലൂയ സ്വസ്ഥത കൊടുക്കാതെ ചോദിച്ചു കൊണ്ടിരിക്കാൻ തുടങ്ങി. രക്ഷിക്കപ്പെട്ടതാണോ? ഹല്ലേലൂയ. പള്ളികളിലും പെന്തിക്കോസ് ഹല്ലേലൂയ ആലയത്തിലും പോകുന്നുണ്ട്. ഇന്ന് ഞാൻ ചോദിച്ചോട്ടെ, രക്ഷയുടെ അനുഭവം അനുഭവിക്കുന്നവരാണോ? അതിൻ്റെ ലക്ഷണം എന്തെന്നറിയാവോ? ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിക്കുന്നവരായിരിക്കും. യേശുവിന് വേണ്ടി എന്തും കൊടുക്കാൻ തയ്യാറുള്ളവരാണ്. ഇല്ലെങ്കിൽ നീ രക്ഷയുടെ ചൊവ്വ നേരമുള്ള അനുഭവം വന്നിട്ടില്ല. യേശുവിൻ്റെ മക്കളാന്ന് പറയാൻ ലജ്ജയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് സ്ത്രീയെന്നോ പുരുഷനോ ഇല്ല. ലജ്ജ കൂടാതെ എൻ്റെ പ്രാണപ്രിയന് അത് ക്രിസ്തുവാണെന്ന് പറയുന്നതിന് എനിക്ക് ലജ്ജയില്ല. ഹല്ലേലൂയ. പാരമ്പര്യം രക്ഷിക്കാൻ ഞാൻ പോളാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ സമയത്താണ് ക്രിസ്തു ഹല്ലേലൂയ എൻ്റെ പിതാവിനെ ആളും മാറ്റിയതുപോലെ ആക്കിയത്. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ അവരുടെ ഹല്ലേലൂയ എൻ്റെ മാതാവ് ദൈവത്തിൻ്റെ വിളി കേട്ട് നിങ്ങൾ കഥകളൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ളതാ. പക്ഷെ പരിശുദ്ധാത്മാവ് നല്ല ഹല്ലേലൂയ CSI കുടുംബത്തിൽ നല്ല പള്ളിയിലൊക്കെ പോയി നല്ലതായിട്ട് ജീവിച്ച ഒരു സഹോദരിയായിരുന്നു എൻ്റെ മാതാവ്. ഹല്ലേലൂയ. എന്നാലോ വിവാഹം കഴിഞ്ഞിട്ട് ഹല്ലേലൂയ ആ വിവാഹത്തിന് മുമ്പ് 19ാമത്തെ വയസ്സിൽ ഇതൊക്കെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എൻ്റെ മാതാവിൻ്റെയും പിതാവിനെ കുറിച്ചുള്ള ഈ ബുക്ക് മേടിക്കാൻ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അവരിൽ കൂടെ ചെയ്ത രൂപാന്തരം. ഹല്ലേലൂയ. എന്തെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ ഇത് വായിക്കുന്ന ചിലർ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇന്നും അത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഭൂതങ്ങൾ വിട്ടുമാറിയ കഥകളാ, അനേകർ പറയുന്ന കഥകളാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് കെട്ടുകഥയല്ല കേട്ടോ, പാരമ്പര്യമായി കെട്ടുകഥ വായിക്കുന്നതല്ല, ഇത് വാസ്തവമായി അനുഭവിക്കേണ്ടതാണ്. ഇന്ന് രാത്രികാലം അതിനായി പരിശുദ്ധാത്മാവ് എന്നെ ഇവിടെ അയച്ചിരിക്കുന്നു. എത്ര പേര് തയ്യാറാണ് ഈ കർത്താവിനെ സ്വീകരിക്കാൻ? എത്ര പേര് തയ്യാറാണ് ഈ കർത്താവിൻ്റെ രക്ഷ, അതിൻ്റെ ശക്തി അനുഭവിക്കാൻ? എങ്കിൽ ഇന്ന് രാത്രികാലം അനുഭവിക്കാൻ പോകുകയാണ്. ഒരു നിമിഷക്കാലം കണ്ണുകളെ അടച്ചാട്ട്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഏവരും ഒരു നിമിഷക്കാലം എന്നോട് ചേർന്ന് ആത്മാവിലൊന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. പിതാവ് ആകർഷിച്ചല്ലാതാരും ക്രിസ്തുവിനെ അറിയുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പിതാവ് ചിലരുടെ കണ്ണുകളെ തുറക്കുവാൻ, യേശു മാത്രമാണ് രക്ഷയെന്ന്, യേശുവിൽ കൂടെയുള്ള രക്ഷ അനുഭവിക്കുവാൻ, യേശു കൂടെയുള്ള രക്ഷ ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതൽ അനുഭവിക്കുവാൻ ഇന്ന് രാത്രികാലം ഇടയാകേണ്ടതിന് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ വരുന്നു. അതിനെതിരെ
എതിരെ വ്യാപരിക്കുന്ന ദേശാതിശക്തികളെ ബന്ധിച്ചുകൊണ്ട് അന്തരേ ജൂതലക്ഷസാരക രക്ഷ കാണാൻ കഴിയാതെ അവരുടെ കണ്ണുകളെ കുരുടാക്കിക്കൊണ്ട് വ്യാപരിച്ചു നിൽക്കുന്ന ദേശാതിശക്തികളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഈ ദേശത്തുനിന്ന് വിട്ടുമാറുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി ദൈവവചനത്തിൽ കൂടെ ആകാശം ഭൂമി മാറിപ്പോയാലും മാറ്റം വരാത്ത ആമേൻ ദൈവവചനം ക്രിയ ചെയ്യേണ്ടതിന് ഓരോ ഉള്ളുകളിലേക്ക് ദൈവ ശബ്ദമായി മുഴങ്ങേണ്ടതിന് യേശുവിന്റെ നാമത്തിന് ഇന്ന് രാത്രികാലം ദൈവജനമായിരിക്കുന്ന ഞങ്ങള് യേശുവിന്റെ നാമത്തിൽ ജയം കൽപ്പിക്കുകയാണ്. കർത്താവെ, ഈ 42ാമത്തെ കൺവെൻഷന് കർത്താവെ കൺവെൻഷൻ നടത്തിയെന്നല്ല, യേശുവിന്റെ നാമത്തിന്റെ ശക്തി അനുഭവിച്ച് ഇന്ന് രാത്രികാലം മടങ്ങിപ്പോകേണ്ടതിന് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, we welcome you. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ച് ഹല്ലേലൂയ. കർത്താവേ, വചനം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ക്രിയ ചെയ്യേണ്ടതിന് വിശ്വസിക്കുന്നവരിൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ കൈവച്ചാൽ അവർ സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുമാറും. യേശുവിന്റെ രാജ്യം ഹല്ലേലൂയ, ദൈവരാജ്യം ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ കർത്താവേ ഈ ഭൂമിയിൽ സ്ഥാപിതമാകുവാൻ ഹല്ലേലൂയ രാജാവായി രാജാവായി അങ്ങ് ഹല്ലേലൂയ വരുന്ന നാഴികകൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ചിലരുടെ ഈ ദൈവരാജ്യത്തിന്റെ പങ്കുകൾ ഓഹരിമാകേണ്ടതിന് നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്രൂശിന്റെ മറവിൽ മറയട്ടെ. ദൈവത്തിന്റെ കൃപ എന്നെ മറച്ചാട്ട്. ഹല്ലേലൂയ. ചാരുന്നു അങ്ങേക്ക് ചെയ്യുവാനുള്ളത് ചെയ്യുവാൻ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മാനവും മഹത്വം അങ്ങ് മാത്രം എടുത്താട്ട്. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ വായിച്ചാട്ട്. അപ്പോസ്തലപ്രവൃത്തി, ബുക്ക് ഓഫ് ആക്ട്സ്, ചാപ്റ്റർ 3, 1-5. ആരെങ്കിലും വേഗം വായിച്ച് സഹായിക്കണമേ. മൈക്കുള്ളവർ വായിക്കണം, കാരണം ഇതിനകത്ത് ലെറ്റ് മീ ഗ്രീറ്റ് യു ഓൾ. ചിലരൊക്കെ നമ്മൾ ഇത് ഇൻ്റർനെറ്റിൽ കൂടെ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന ഏവർക്കും ഞങ്ങളേവരെയും കർത്താവിൻ്റെ വീണ്ടും വരുന്ന കർത്താവിൻ്റെ നാമത്തിൽ ഏവരെയും ഞങ്ങൾ ഹല്ലേലൂയ വന്ദനം അറിയിച്ചു കൊള്ളട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും greetings to you all in the name of Jesus. Hallelujah. അതുകൊണ്ട് ഞാൻ ഇത്രയും കിടന്ന് ബഹളം വെക്കുന്നത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനമാണെന്നും കൂടെ അറിയണമല്ലോ. ആമേൻ. നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുടെ പുസ്തകമാണ്. പരിശുദ്ധാത്മാവിനാൽ ആമേൻ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ശേഷം പരിശുദ്ധാത്മാവിനെ അളവറ്റ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച മുഖാന്തരം അന്നത്തെ ജനം അനുഭവിച്ച വിടുതലിൻ്റെ ചരിത്രമാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് സംഭവിച്ചത് യേശു ഇന്നലെയും ഇന്നും അനന്യൻ. അന്ന് നടന്നെങ്കിൽ ഇന്നും അത് നടക്കും. അതുകൊണ്ട് നമുക്ക് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ചിന്തകളെ തിരിക്കാം. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവന് ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തെങ്കിൽ ദിനംപ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ യോജിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു.
അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് 3-ാം അധ്യായം വരുമ്പോൾ 1-ാം അധ്യായത്തിലേക്ക് കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ അവസാനത്തെ ശിഷ്യന്മാരുമായിട്ടുള്ള സംഭാഷണമാണ് 1-ാം അധ്യായം നമ്മൾ കാണുന്നത്. അതിനകത്ത് 3.5 വർഷക്കാലം ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നടന്നവരാണ്. അവരെ മുക്കുവന്മാരാണ്. അതിൽ 7 പേരും. ഹല്ലേലൂയ. ഗലീല തീരത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു ഓരോരുത്തരോടും എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. പക്ഷെ 3.5 വർഷക്കാലം യേശുവിൻ്റെ കൂടെ നടന്നിട്ട് എൻ്റെ അമ്മയുടെ ഭാഷ പറഞ്ഞാൽ ഒരു നത്തോലി പോലും കിട്ടിയിട്ടില്ല അല്ലേ? കൊച്ചുമീൻ പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യേശു കടന്നു പോകുമ്പോൾ അവരോട് അവസാനമായി പറയുന്നത്, നിങ്ങൾ കാത്തിരുന്ന് എന്തോ പ്രാപിക്കണമെന്ന്? ശക്തി. 1:8 വായിച്ച്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാ 3.5 വർഷക്കാലം കൂടെ നടന്നതല്ലേ? ഇനി എന്തുവാ ശക്തി? അവരുടെ കൂടെ നടന്നു, യേശുവിൻ്റെ കൂടെ നടന്നവരാണ്. എന്നാലോ യേശു കടന്നു പോകാൻ പോവുകയാണ്. യേശുവിനറിയാമായിരുന്നു അന്ന് യേശുവിൻ്റെ നാമത്തിൽ അവർ നിൽക്കുമ്പോൾ അത് വിശ്വസിക്കാത്ത പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവർക്കെതിരെ എഴുന്നേൽക്കുമെന്ന് അവർക്കറിയാം. യേശുവിനറിയാമായിരുന്നു. അതിനെ അതിജീവിക്കുവാൻ സാധാരണ ശക്തിക്ക് കഴിയത്തില്ല. ഉയരത്തിലെ ശക്തി കൊണ്ട് മാത്രമേ അവർക്കെതിരെ വരുന്ന ശക്തിയെ ജയിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് രാത്രികാലം എന്ത് സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചപ്പോൾ, ഈ നാളുകളിൽ അനേകര് സഭയിൽ ആളുകൾ കുറയുകയാണ്. ക്രിസ്ത്യാനികളിൽ ആമേൻ ഹല്ലേലൂയ പേര് മാത്രമാണ്. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി പറയുന്നുണ്ട്, ശബ്ദം വെക്കുന്നുണ്ട്, പ്രസംഗമുണ്ട്. എന്നാണ് അവസാനമായി പ്രത്യക്ഷമായ അടയാളങ്ങൾ നമ്മുടെ സഭയില്, നമ്മുടെ സമൂഹത്തില് ഒരു കുരുടൻ കണ്ടത്, ഹല്ലേലൂയ, മുടന്തൻ നടന്നത്, ആമേൻ ഹല്ലേലൂയ, ചെകിടർ കേട്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാലമാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു നടക്കുന്നെങ്കിൽ ഈ നാളുകളിൽ അതിൻ്റെ ശക്തി നമ്മുടെ മധ്യേ ഉണ്ടോ? നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടോ? നമ്മുടെ പ്രസംഗത്തിലുണ്ടോ? ഇന്ന് രാത്രികാലം ഞാനും ഉൾപ്പെടെ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. വല്ലപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്കൊക്കെ കാണാൻ വിടുതൽ സമ്മതിച്ചത്. ആമേൻ. അങ്ങനത്തെ അല്ല. ഹല്ലേലൂയ. അവർ വിശ്വസിക്കുന്ന ഒരു അടയാളങ്ങൾ അങ്ങ് നടക്കുക. യേശുവിൻ്റെ അടുക്ക വന്നവരും യേശു തൊട്ടവരും യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ വിടുവിക്കപ്പെട്ടു എങ്കിൽ ഹല്ലേലൂയ ഈ നാളുകളിൽ ആമേൻ ദൈവജനമെന്ന് പറയുന്നവര്, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് യേശുവിനെ ഹല്ലേലൂയ പെന്തിക്കോസ്തുകാരെന്ന് അഭിമാനിക്കുന്ന ദൈവജനമേ, നമ്മൾ ഈ നാളുകളിൽ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, എന്നാണ് ഈ അത്യന്ത ശക്തിയുടെ ആമേൻ ഹല്ലേലൂയ മാനിഫെസ്റ്റേഷൻ, അതിന്റെ ഹല്ലേലൂയ നമ്മുടെ പ്രദർശനം നമ്മുടെ മധ്യേ കണ്ടിട്ടുള്ളത്? ഹല്ലേലൂയ. അന്ന് പ്രസംഗിച്ച നമ്മുടെ പൂർവ്വപിതാക്കന്മാര് എൻ്റെ അമ്മയുടെ ബുക്ക് എഴുതിയപ്പോഴാണ്, ബുക്ക് എഴുതുവാൻ സാലിമോനായി ഞങ്ങളോട് പ്രാർത്ഥിച്ചപ്പോഴാണ് എൻ്റെ അമ്മയുടെയും പിതാവിൻ്റെയും ഹല്ലേലൂയ ശുശ്രൂഷയിൽ അനേക ഭൂതങ്ങൾ വിടുവിക്കപ്പെടുന്നതും രോഗികൾ സൗഖ്യമാക്കുന്ന കഥകൾ ഞാൻ മറ്റുള്ളവരോട് ഓരോ സ്ഥലങ്ങളിൽ പോയി എഴുതാൻ തുടങ്ങിയപ്പോൾ എന്നോട് തന്നെ ചോദിച്ചു, ആ ദൈവത്തെ അല്ലയോ ഞാൻ വിളിക്കുന്നത്? എൻ്റെ അപ്പനും അമ്മയും കണ്ട ആ ഹല്ലേലൂയ മിറക്കിള്, അത്ഭുതം എവിടെ? ഹല്ലേലൂയ. നമ്മൾ ശബ്ദം വെക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്.
ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണെന്നറിയാവോ, നമ്മുടെ തലമുറ ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ അവർക്ക് ആരാധനയ്ക്ക് വരണ്ട, അവർക്ക് ഹല്ലേലൂയ ലോകം അതിനെക്കാട്ടിലും നല്ലതാന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താണെന്നറിയാവോ, നമ്മൾ ശബ്ദം വെക്കുന്നുണ്ട്, എന്നാലോ അതിന്റെ ശക്തി ഹല്ലേലൂയ അന്ത്യകാലത്ത് ആമേൻ തിമോഥെയോസിന് 3-ാം അധ്യായത്തിൽ പറയുന്നത് ആമേൻ ഹല്ലേലൂയ there is an appearance of ഹല്ലേലൂയ godliness ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തിയുടെ ഹല്ലേലൂയ എന്തോ പറയുന്ന അതിന്റെ മലയാളത്തിൽ ഹല്ലേലൂയ പ്രദർശനമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ പറച്ചിലുണ്ട്, പക്ഷേ ശക്തി ശൂവ. ആമേൻ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പടക്കമൊക്കെ കണ്ടിട്ടുണ്ടോ ചിലത്? ഭയങ്കര പടക്കമാന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് വരും. ഹല്ലേലൂയ. ഞാൻ കൊച്ചിലേക്ക് ഞങ്ങളുടെ അപ്പുറത്ത് പാലിയേക്കര പള്ളിയിലെ പടക്കം ഭയങ്കരമായി ഞങ്ങൾ കാണാൻ പോകുമായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ. ഹല്ലേലൂയ. എൻ്റെ കസിൻസിൻ്റെ കൂടെ ഒക്കെ പോയി അവിടെ നിൽക്കുമായിരുന്നു. ചില പടക്കങ്ങളുണ്ടല്ലോ ഷൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് താഴോട്ട് പോകും. മുകളിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴായിരിക്കും ഷൂ എന്ന് പറഞ്ഞ് താഴോട്ട് പോകും. ഞാൻ അന്നേരം ഓർത്തു, ഈ ദിവസങ്ങളിൽ ഇതൊക്കെ വായിച്ചപ്പോൾ നമ്മുടെ ദൈവമക്കളും എൻ്റെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ ഭയങ്കര ശബ്ദവും ബഹളവും ഒക്കെയാ. ആമേൻ. പ്രശ്നങ്ങൾ വരുമ്പോൾ ഉണ്ടല്ലോ ഷൂ എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ സന്തോഷം പോയി. ഹല്ലേലൂയ. പിന്നെ പാടിയ മോഹമാണ്. ഭയങ്കര അല്ലാത്തപ്പോൾ ഭയങ്കര ബഹളമാ. ദൈവശക്തിമാനാണ്, രോഗസൗഖ്യമാകും. അല്ല, പെട്ടെന്ന് ICUലോട്ടൊന്ന് കൊണ്ടുപോയപ്പോൾ കോവിഡിലായപ്പോൾ നമ്മൾ കണ്ടതാ. ആമേൻ ഹല്ലേലൂയ. വിവരം അറിഞ്ഞതാ. ഹല്ലേലൂയ. കോവിഡിൽ വന്നപ്പോഴത്തേക്കും ഹല്ലേലൂയ ആരാധനയിൽ നിന്നു. പിന്നെ ഹല്ലേലൂയ പേടിയാ, പിന്നെ ആർക്കും വെളിയിൽ ഇറങ്ങാൻ പേടിയാ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ചെയ്തവരാ കേട്ടോ. ഹല്ലേലൂയ. എന്നാലോ ഹല്ലേലൂയ ഇതിൽ ആരും എക്സെപ്ഷൻ അല്ല. എന്നാലോ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു, ഈ നാളുകളിൽ യേശുവിനെ അറിയാത്തവരിനെ അറിയണമെങ്കിൽ പ്രസംഗമല്ല ആവശ്യമാ. ഈ നാളുകളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ മധ്യേ ഈ നാളുകളിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. മറ്റുള്ള ഹല്ലേലൂയ ദേവന്മാരെയും ഹല്ലേലൂയ സേവിക്കുന്നവരും യേശുവിനെ സേവിക്കുന്നതിനുള്ള വ്യത്യാസം അറിയണമെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രത്യക്ഷമായ ആമേൻ അടയാളങ്ങൾ ഒരു ഡോക്ടർമാരല്ല. ഹല്ലേലൂയ. എൻ്റെ 2 കുഞ്ഞുങ്ങൾ ഡോക്ടേഴ്സാണ്. ഹല്ലേലൂയ. ആമേൻ. അവർ സുവിശേഷ വേലയിലുമാണ്. എൻ്റെ ഹസ്ബൻഡ് കാർഡിയോളജി പാസ്റ്ററുമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഡോക്ടർമാർക്ക് ട്രീറ്റ് ചെയ്യാനേ അറിയത്തുള്ളൂ. സൗഖ്യവായകന് ഒരുവനേ ഉള്ളൂ. ആമേൻ ഹല്ലേലൂയ. ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ പോയാലും നിന്നെ വിടുവിക്കണമെങ്കിൽ യേശുവിൻ്റെ നാമത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അവൻ മാത്രമേ വന്നിട്ടുള്ളൂ. അവൻ വന്നിരിക്കുന്നത്, അവൻ മാത്രമേ നമ്മുടെ പാപത്തിനും നമ്മുടെ രോഗത്തിനും വേണ്ടി ക്രൂശിൽ മരിച്ചവൻ ഒരു ദൈവമേ ഉള്ളൂ. അവൻ മരിക്കുകയല്ല, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റെന്ന് മാത്രമല്ല, പിതാവിന്റെ വലത്തുഭാഗത്ത് ഇന്ന് രാത്രികാലം ഇവിടെ വിടുതൽ നടക്കുവാൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ വിടുതലിന് വേണ്ടി കർത്താവേ ഹല്ലേലൂയ അവളെ വിടുവിക്കണമേ, അവനെ വിടുവിക്കണമേ. അവരുടെ ജീവിതത്തിന്റെ പ്രിയപ്പെട്ടവന്റെ മദ്യപാനം മാറ്റണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ എന്ന് മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യേശുവിനെ ഇന്ന് രാത്രിയിൽ അറിയുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇത് പ്രസംഗമായിട്ട് മാത്രമല്ല, അനുഭവമാണ്. എത്ര പേര് അനുഭവിക്കുവാൻ ഇന്ന് രാത്രി കഴിയേണ്ടതിന്. ഞാൻ പ്രസംഗിച്ച് കഴിയുമ്പോൾ കർത്തദാസന്മാർ ഇവിടെ വരാൻ പോവുകയാണ്. അവർ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വിടുതൽ ഇന്ന് രാത്രികാലം വെളിപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് വിശ്വാസം ഹല്ലേലൂയ വിശ്വസിക്കുന്നവരിലാണ് വ്യാപരിക്കുന്നത്. വിശ്വാസം ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ ഉളവാകുവാൻ ഞാൻ ഈ ഹല്ലേലൂയ യേശുവിൻ്റെ കാലത്ത് യേശു നടത്തിയതല്ല, യേശു നടന്ന് സൗഖ്യമാക്കി കഴിഞ്ഞിട്ട് ശിഷ്യന്മാരോട് പറയുക,
ഒന്ന് വായിക്കണേ. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 12-ാം വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 14. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. അയ്യോ, നേരാണോ? എന്തുവാ എഴുതിയേക്കുന്നത്? ഒന്നുകൂടെ ഒന്ന് വായിക്കണേ. കേൾക്കാത്തവരാരെങ്കിലും ഉറങ്ങുന്നവരാരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. കാണാൻ പയ്യ എവിടെ. അവർക്ക് ആരെങ്കിലും ഉറങ്ങുന്നവരുണ്ടെങ്കിൽ എൻ്റെ ശബ്ദത്തിൽ ഉറങ്ങാൻ പ്രയാസമാണ്. ആമേൻ. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഇത്ര വലിയ ശബ്ദം തന്നിരിക്കുന്നത്. ഉറങ്ങുന്നവരെയൊക്കെ ഉണർത്തി വേണം. ഹല്ലേലൂയ. ആരെങ്കിലും ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കേൾക്കണേ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം, കണ്ടീഷനുണ്ട്. എന്തുവാ? വിശ്വസിക്കുന്നവർ ചെയ്യുമെന്ന്. ആമേൻ. ഹല്ലേലൂയ. കേട്ടാ പോരാ, അസാധ്യമെന്ന് ഡോക്ടർമാർ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. വിശ്വസിക്കണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മാതാപിതാക്കള് എന്നെ കിട്ടിയപ്പോൾ ഒരു മുടന്തിയായിട്ട് ഉണ്ടായപ്പോഴേ, മുടന്തിയല്ലേ, മുടന്തിയായ കൊച്ചിനെ എന്തിനാ പ്രാർത്ഥിച്ചിട്ട് ഗുണമില്ലാന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് മുടന്തിയായി നിന്നേനെ. എൻ്റെ ഹല്ലേലൂയ. വചനം വിശ്വസിച്ച മാതാപിതാക്കൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഡോക്ടർമാർ എന്തെഴുതിയാലും, എന്ത് കുഞ്ഞാ നിനക്ക് കിട്ടിയെങ്കിലും, ആമേൻ, ഇന്ന് രാത്രിക്കാലം വിശ്വസിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മാതാവും പിതാവും എനിക്കുണ്ടായതുകൊണ്ടാണ് ആ യേശുവിൻ്റെ ശക്തിയെക്കുറിച്ച് ഇന്ന് രാത്രിയിൽ ഈ ദേശത്ത് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. അവർ വിശ്വസിച്ചു, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ കഥ ഈ ബൈബിളിൽ നിന്ന് വായിച്ചതിൻ്റെ കാരണം എനിക്ക് ഈ കഥ വലിയ ഇഷ്ടമാണ്. ഹല്ലേലൂയ. കാരണം എൻ്റെ അനുഭവമാണ്. ഹല്ലേലൂയ. ഈ എൻ്റെ അനുഭവം പറഞ്ഞിട്ട് ഞാൻ പറയാം, അതിന് എന്നിട്ട് നമുക്ക് വചനത്തിലോട്ട് പറയാം. ഹല്ലേലൂയ. എന്തുവാണെന്നറിയാമോ? എൻ്റെ അമ്മയും അപ്പനും ആ മുടന്തിയായി ഉണ്ടായപ്പോൾ മുതൽ നടക്കുന്നില്ല. അമ്മ പറയുന്നത്, എനിങ്ങനെ കൈ ഇങ്ങനെ വെച്ചായിരുന്നു, നിരങ്ങിയായിരുന്നു എൻ്റെ കാര്യമൊക്കെ സാധിക്കുന്നത്. രാത്രി ആ മൂടൊന്നും കാണത്തില്ല, നിക്കറിൻ്റെ ഒന്നും. ഹല്ലേലൂയ. കൈ അടിച്ചൊരു 8-10 നിക്കറുകൾ വേണം. ഹല്ലേലൂയ. ഭയങ്കര ഫാസ്റ്റായിരുന്നു. ഒരു ദിവസം കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ അമ്മയോട്, അന്നേരം അമ്മയുടെ പിതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നവർക്കൊക്കെ വിടുതല, ഭയങ്കര ശുശ്രൂഷയാ. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ചോദിച്ചു എൻ്റെ മാതാവിനോട്, നീ വിശ്വസിക്കുമോ നിൻ്റെ പൈതൽ വിടുവിക്കപ്പെടുമോന്ന്? ഇന്ന് രാത്രി ചോദിക്കുന്നു, മറ്റുള്ളവർക്ക് അത്ഭുതം നടന്നുവെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നു, നിന്റെ വിഷയത്തില് ദൈവം വിടുവിക്കുമോ എന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉദാശാര ഹപ്തരേ ജാരക അന്തല ജൂതലക്ഷ. നീ പലയിടത്തും പോയി കാണും, പല ദേവന്മാരെ വിളിച്ചു കാണും, പല മലകൾ കയറി കാണും. എന്നാലോ ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തില് നിന്റെ കുടുംബത്തിന് വ്യത്യാസം വരുമെന്ന്, യേശുവിന്റെ നാമത്തില് നിന്റെ തലമുറയ്ക്ക് സൗഖ്യം വരുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുവെങ്കിൽ, ഈ പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമം എന്നെ വിടുവിച്ച, മുടന്തിയായ എന്നെ വിടുവിച്ച യേശുവിന്റെ നാമം നിങ്ങളെയും വിടുവിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ മാതാവ് ആ ശബ്ദത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ എടുത്ത് അന്ന് എണ്ണയൊക്കെ വെച്ച് ഭയങ്കര വിശ്വാസം, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതായോണ്ട് ഹല്ലേലൂയ പ്രാർത്ഥിച്ച് അന്ന് എണ്ണയൊക്കെ പൂശി. വചനത്തിൽ പറയുന്നുണ്ട് എണ്ണ പൂശി പ്രാർത്ഥിപ്പാൻ. പ്രമാണമുണ്ട് കേട്ടോ, ചുമ്മാന്നും പ്രാർത്ഥിച്ചാൽ ഒക്കത്തില്ല. ഹല്ലേലൂയ. പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, ഹല്ലേലൂയ, വിടുതൽ പ്രാപിക്കാനുള്ളവർ ഇന്ന്, കർത്താവേ, ഇതുവരെ ഞാൻ പാപിയായിരുന്നു,
ഹല്ലേലൂയ. എൻ്റെ പാരമ്പര്യ ശക്തികൾക്കോ എൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങളോ നിന്റെ വിടുതൽ നിന്ന് രാത്രി തടസ്സമാകാതിരിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ കുഞ്ഞാടിൻ്റെ രക്തത്താൽ എന്നെ ഇന്ന് എൻ്റെ പാപങ്ങളെ പോക്കി ശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ രക്തം, കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം, എനിക്ക് വേണ്ടി കാൽവറിയിൽ കുരിശിൽ മരിച്ച ആ ചിന്തിയ രക്തം. ഹല്ലേലൂയ. നീ ഏത് വിധത്തിൽ പാപം ചെയ്താലും ഇന്ന് രാത്രികാലം ആ പാപത്തെ ക്ഷമിക്കുവാൻ ഒരു ഹല്ലേലൂയ കുഞ്ഞാടിൻ്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. ആണോ? കാരണം എന്തെന്നറിയാവോ? പാപമില്ലാത്തവൻ മരിക്കണം. ഹല്ലേലൂയ. മോക്ഷ കിട്ടാൻ ഹല്ലേലൂയ ഒന്നേ ഉള്ളൂ. പാപം ചെയ്തുവന്നവൻ മരണം അനുഭവിക്കണം. മരണത്തിൽ നിന്ന് വിടുതൽ വേണമെങ്കിൽ നിനക്ക് പകരം ഒരുവൻ മരണം ഹല്ലേലൂയ അനുഭവിക്കണം. അതനുഭവിച്ച് കഴിയണമെങ്കിൽ പാപമില്ലാത്തവന്റെ രക്തമാണ് നമ്മുടെ പാപത്തെ മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ മരിച്ച് നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ മരിക്കാൻ പോവാന്ന് പറഞ്ഞ് നാളെ മരിച്ചാൽ ഒരു ഗുണവുമില്ല. നല്ല ആളാന്നൊക്കെ പറഞ്ഞ് ലോകം വലിയ നോട്ടീസ് നാളത്തെ പത്രത്തിൽ വരും. ജനത്തിന് വേണ്ടി മരിച്ച സാറാ ജോർജ്, അതുകൊണ്ട് ഒരു ഗുണവുമില്ല. എന്നാലോ ഹല്ലേലൂയ പരിശുദ്ധനാൽ ജനിച്ചു, കന്യകയിൽ ജനിച്ചു, പരിശുദ്ധാത്മാവിനാൽ ഉരുവായി. ഹല്ലേലൂയ. അതെന്താ അങ്ങനെ? നേരാണോ? കഥയാണോ? ചരിത്രം രണ്ടായി. BC എന്നും AD എന്നും. നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും യേശുവിൻ്റെ ജനനം AD എന്നും ബിഫോർ ക്രൈസ്റ്റ് എന്നും ആഫ്റ്റർ ഡെത്ത് എന്നും വിശ്വസിക്കാത്ത ചരിത്രം ഹല്ലേലൂയ രണ്ടായി എഴുതപ്പെടുവാൻ അവന്റെ മരണവും അവന്റെ ജനനവും ലോകത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇന്ന് യെരുശലേമിൽ പോയാൽ തുറന്ന കല്ലറ കാണാം. അവിടെ എഴുതിയിട്ടുണ്ട് ഹീസ് നോട്ട് ഹിയർ. ഹല്ലേലൂയ. മരിച്ചവനല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് കല്ലറ തുറന്നിരിക്കുന്നു. കല്ലറ തുറക്കാതിരിക്കുവാൻ അന്നത്തെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ റോമർ പട്ടാളക്കാര് ആമേൻ കല്ല് ഉരുട്ടി വെച്ചിരുന്നു. കല്ല് ഉരുട്ടി വെച്ചെങ്കിൽ ദൈവം ദൂതനെ ഇറക്കി കല്ല് ഉരുട്ടി മാറ്റി. ശത്രുവായവന് നിന്റെ ജീവിതത്തിൽ കല്ല് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ആമൻ ചില അനുഗ്രഹങ്ങൾ അനുഭവിക്കാതിരിക്കാൻ കല്ല് ഉരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ, ശത്രു ഉരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ, ബന്ധനങ്ങൾ ഉരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം അവന്റെ ദൂതന് ഇറങ്ങി ഉരുട്ടി മാറ്റും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത് വിശ്വസിച്ച എൻ്റെ മാതാവ് ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1-2 ദിവസം പ്രാർത്ഥിച്ചപ്പോൾ അന്ന് എന്നെ നടത്താനായിട്ട് നോക്കി കേട്ടോ. അമ്മ പറഞ്ഞ ഹല്ലേലൂയ എൻ്റെ അമ്മച്ചി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അയ്യോ എൻ്റെ കുഞ്ഞെ, അവക്കങ്ങോട്ട് വിശ്വാസം കയറി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അങ്ങോട്ട് നടത്താൻ നോക്കി, നീ ഒറ്റ താഴെ വീണത് എൻ്റെ ഇവിടെ ഇടിച്ച് ഇത്രയും മുഴയായ ദിവസം ഉണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ചിലപ്പോൾ ഉണ്ടല്ലോ വിശ്വാസം പഠിപ്പിച്ചതാ. ഹല്ലേലൂയ. നിന്റെ വിശ്വാസ പരീക്ഷകളുണ്ട് കേട്ടോ. ആ പരീക്ഷയിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ചില ശോധന ഉണ്ടെന്നറിയാലോ. പിന്നെ പിശാചിനെ ആട്ടിയാലൊന്നും പോത്തില്ല. വിശ്വാസം പഠിപ്പിക്കുവാൻ ആമേൻ ഹല്ലേലൂയ ചില പരിശോധനകളുണ്ട്. എന്നാലോ ആ പരിശോധനയുടെ നടുവിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നീ തെളിഞ്ഞവനായി പൊന്നുപോലെ ദൈവം അനുവദിക്കുന്ന തീച്ചൂള എന്നേക്കും കാണത്തില്ല കേട്ടോ. ദൈവം അനുവദിച്ചതാണെങ്കിൽ, വിശ്വാസത്തിന്റെ ശോധനയാണെങ്കിൽ അല്പനേരമേ ഉള്ളൂ എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. നീ തളർന്നു പോകല് കേട്ടോ. തളർന്നു പോയാൽ, ക്ഷീണിച്ചു പോയാൽ ആമേൻ മഹത്വം കാണുകയില്ല. നീ വിശ്വസിച്ചാൽ മഹത്വം കാണും. അല്ലയോ മാർത്തായേ, മറിയേ, യേശു വന്നു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും പറ്റത്തില്ലെന്ന്. ഹല്ലേലൂയ.
ആമേൻ. ഹല്ലേലൂയ. ഞാൻ നോട്ടൊന്നും എടുക്കുന്നില്ല, ഞാൻ പരിശുദ്ധാത്മാവ് അല്ലെ എനിക്ക് എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ പോകുമ്പം ആമേൻ ഹല്ലേലൂയ മാർത്തയും മറിയയും ആളിനെ അയച്ചു യേശുവിൻ്റെ അടുക്കൽ. എന്താണ്? നിൻ്റെ പ്രിയപ്പെട്ടവൻ ദീനമായി കിടക്കുന്നു. നമ്മളും വലിയ കർത്താവേ, നിൻ്റെ പ്രിയപ്പെട്ടവളായ ഞാൻ, നീ സ്നേഹിക്കുന്ന നിൻ്റെ പൈതൽ, എനിക്ക് ഈ നാളുകളിൽ ഒത്തിരി കഷ്ടങ്ങളാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ ഉണ്ടല്ലോ ഹല്ലേലൂയ അവിടെ അത് കേട്ടിട്ടും 2 ദിവസം താമസിച്ചു. ചില ദിവസം താമസിക്കുന്നത് നിന്റെ കേൾക്കാഞ്ഞിട്ടല്ല കേട്ടോ, നിന്റെ വേദന അറിയാഞ്ഞിട്ടല്ല, നിന്നെ വിടുവിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ദേശം അറിയണം, നിന്റെ പ്രിയപ്പെട്ടവർ അറിയണം. എല്ലാ മെഡിക്കൽ ഡോക്ടേഴ്സും തള്ളിക്കളയുമ്പോൾ യേശുവാണ് നിന്നെ വിടുവിച്ചെന്നറിയുവാൻ. ഹല്ലേലൂയ. അന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു, മരിച്ചു കഴിഞ്ഞിട്ടും 2-3 ദിവസം ഇങ്ങനെ, ഇന്നും ചിലരൊക്കെ വിശ്വസിക്കുന്നുണ്ട് ആത്മാവ് ഇങ്ങനെ നടക്കുമെന്ന്. അന്നേരം യേശു പെട്ടെന്ന് വന്ന് വല്ലതും വിടുവിച്ചാലേ അന്നത്തെ ദേശക്കാർ പറയും, അത് കണ്ടോ ആത്മാവ് ഇവിടെ ഒക്കെ നടക്കുകയായിരുന്നു, പിന്നെ തിരിച്ചു വന്നതാണ്. അങ്ങനെ ആരും പറയരുത്. ആ 3 ദിവസവും കഴിഞ്ഞു. അവരുടെ ഹല്ലേലൂയ തോന്നലുകളൊക്കെ കഴിഞ്ഞിട്ട് 4-ാം ദിവസം 4-ാം യാമത്തിൽ അവൻ വരും കേട്ടോ, അവൻ വരും. നിന്നെ സ്നേഹിക്കുന്നവൻ ആരും വന്നില്ലേലും, ഒരു ഡോക്ടർമാർക്ക് നിന്നെ വിടുവിക്കാൻ കഴിഞ്ഞില്ലേലും, നിന്റെ ജീവിതത്തിൽ സർവ്വതും തള്ളിക്കളഞ്ഞാലും അവൻ വരും കേട്ടോ. ആരും ഹല്ലേലൂയ സഹായിക്കാൻ കഴിയാത്തപ്പോൾ, എല്ലാ വിധത്തിലും തള്ളപ്പെടുമ്പോൾ 4-ാം യാമത്തില് ഇറങ്ങി വരുന്നവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 4-ാം ദിവസം വന്നപ്പം മാർത്തയും മറിയയും എന്തുവാ പറഞ്ഞത്? നിങ്ങൾ പോയി കഥ വായിച്ചു കേട്ടോ. വേദോസം ഇല്ലാത്തവരെ ഇവിടെ വന്ന് പറഞ്ഞാൽ മതി, ഞാൻ വേദോസം മേടിച്ചു തരാം. കഥ വായിക്കാൻ നിങ്ങൾക്ക് ആവശ്യം. ഹല്ലേലൂയ. ഇതൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 11-ാം അധ്യായത്തിനകത്ത് യേശു ഭൂമിയിൽ നടന്നപ്പോൾ നടന്നതാണ്. അത് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന്, അതിലപ്പുറം ചെയ്യാൻ കഴിയുമെന്ന് കേട്ടോ. അല്ലെങ്കിൽ ഇത് പറയുന്നതിൻ്റെ കാരണം യേശു നടന്നപ്പോൾ എന്തൊക്കെ നടന്നോ എന്നാലേ അറിയത്തുള്ളൂ നമുക്കും ചെയ്യാനൊക്കുമെന്ന്. ആമേൻ. ഹല്ലേലൂയ. എത്ര ഡോക്ടർമാരായിട്ട് നാളുകളാൽ മരുന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, കേൾക്കുന്ന ജീവിതമേ, നീ ഡോക്ടർമാർക്ക് ഉള്ള കൂലി എല്ലാം കൊടുത്ത് ആമേൻ മാറി മാറി നിന്റെ പ്രിയപ്പെട്ടവരെ ഒരാശുപത്രി കഴിഞ്ഞിട്ട് മറ്റേ ആശുപത്രിയിലേക്ക് കൊണ്ടു നടക്കുന്ന ദൈവജനമേ, ദൈവത്തിന്റെ മക്കളെ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുകയാണ്, ഒരു വാക്കുമതി ഇന്ന് രാത്രിയിൽ നിന്നെ വിടുവിക്കുവാൻ. യേശുവിന്റെ നാമത്തിലുള്ള ഒരു വാക്ക്. ഹല്ലേലൂയ. അവിടെ പറയാം, മാർത്തയും മറിയയുടെ അടുത്ത് വന്നപ്പോൾ യേശു എന്തുവാ, അയ്യോ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കാര്യമൊക്കെ സാധിച്ചേനേന്ന് അല്ലേ. ഹല്ലേലൂയ. അന്നേരം എന്തുവാ പറഞ്ഞത്? ഹല്ലേലൂയ. അല്ല, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും, മനുഷ്യൻ്റെ അല്ല. ഒന്നുകൂടെ ഒന്ന് പറയട്ടെ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം, അവന്റെ മഹത്വം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അവന്റെ മഹത്വം അവൻ ആർക്കും കൊടുക്കുന്നവനല്ല. ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇന്ന് രാത്രിയിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ അനുഭവിക്കാൻ പോകുകയാണ്. നാറ്റം വെച്ച മാർത്തയുടെ മറിയയുടെ സഹോദരൻ ബീനം കിടക്കുകയായിരുന്നു. കുറേ ദിവസമൊക്കെ 1-2 ദിവസമേ കിടന്നുള്ളൂ, പിന്നെ മരണമടഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് യേശു വരുന്നത്. ഹല്ലേലൂയ. എവിടെ അടക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു. അയ്യോ യേശുവേ, ഇപ്പം പോകണ്ട. ഹല്ലേലൂയ. എന്താ? നാറ്റമാ. ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഹല്ലേലൂയ ഹണിയെന്നും പ്രിയനും, ഞങ്ങൾ എൻ്റെ ഭർത്താവാണ്, പ്രിയ ഭർത്താവാണ്, എൻ്റെ പിന്നെ പ്രാണപ്രിയനാണെന്നൊക്കെ പറയുന്നവർ മരിച്ച് കഴിഞ്ഞിട്ട് എന്തോ പറയുന്ന ശവം കൊണ്ടുവരുന്നെന്ന്, ശവം വരുന്നെന്നാ പറയുന്നത്. ഹല്ലേലൂയ. എന്നാലോ
ഹല്ലേലൂയ. ഇവിടെ മാർത്തയും പറയുകയാണ്, പോകരുത്, നാറ്റം വെച്ചിരിക്കുന്നത്. യേശു പറഞ്ഞു, ഹല്ലേലൂയ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. യേശു അവിടെ ചെന്നിട്ട്, കർത്താവേ, ദൈവമേ, എൻ്റെ പിതാവേ, ഇവരോട് കരുണ തോന്നണമെന്ന് വല്ലതും പ്രാർത്ഥിച്ചോ? ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് രാത്രിയിൽ വിടുതലുണ്ടെന്ന് പറയുന്നവർ സ്തുതിക്കാൻ തുടങ്ങിക്കോ. ഉദാചാരക സന്തലക്ഷസാരക, ഈ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിടുതൽ പ്രാപിച്ചാണ് പോകുന്നെന്ന് വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്ത് തുടങ്ങിക്കോ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ ഇന്ന് അത്ഭുതം നിങ്ങൾ നടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ലാസറെ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ലാസറെ എന്നാ വിളിച്ച, ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും ഇങ്ങ് എഴുന്നേറ്റ് വന്നേനെ അല്ലേ? ഒറ്റ വിളി ഇറങ്ങി വന്നു അല്ലേ? ഹല്ലേലൂയ. എങ്കിൽ ആമേൻ, ഹല്ലേലൂയ, നാറ്റം വെച്ച ചില വിഷയങ്ങൾ ആമേൻ വിടുവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ, ഹല്ലേലൂയ, ആമേൻ, 2-3 ദിവസം എന്നെ നടത്തിക്കാൻ തുടങ്ങി. എല്ലായ്പ്പോഴും താഴെ വീഴുക. ഇത് ചുമ്മാതാ, തോന്നലാ. ഇന്ന് ചിലർ പറയുന്നുണ്ടോ, ചുമ്മാ അവിടെ കിടന്ന് വെള്ളം വെക്കുക. ഞാനിതൊക്കെ എത്ര പ്രാർത്ഥിച്ചതാ, എത്ര പ്രവാചകന്മാരുടെ കൂടെ പോയതാ. പക്ഷെ നിന്റെ സമയം ഇന്ന് രാത്രിയാ. നാളുകൾ വർദ്ധിച്ചതായിരിക്കാം. 12 വർഷക്കാലം രക്തസ്രാവമുള്ള സ്ത്രീ, ഹല്ലേലൂയ, പല വൈദ്യന്റെ അടുക്ക പോയി, പലതും ചെലവഴിച്ചു. എന്നാലോ യേശു ആ വഴി പോകുന്നുവെന്ന ആ നിമിഷം, there is appointed time, ദൈവത്തിനൊരു സമയമുണ്ട്. ഇന്ന് രാത്രിയാണ് നിന്റെ ഭവനത്തിന്റെ വിടുതൽ എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നീ വിശ്വസിച്ചാട്ട്. അല്ല, 2-3 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ ദേശത്ത് ഈ കൺവെൻഷൻ വെച്ചെന്തിനാണെന്നറിയാവോ? ഇന്ന് രാത്രിയിൽ, ഹല്ലേലൂയ, എന്നെ ഇവിടെ പറഞ്ഞയച്ച് എന്ത് സംസാരിക്കണമെന്ന് പറഞ്ഞത്, വിടുതൽ പറയാൻ പറഞ്ഞു, യേശുവിന്റെ നാമം ഉയർത്താൻ പറഞ്ഞു, സൗഖ്യമാകേണ്ട ഇന്ന് ചിലത് നടക്കാൻ പോകുന്നെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ ചെയ്യും. എൻ്റെ മാതാവിനോട് പറഞ്ഞതുകൊണ്ട് എൻ്റെ മാതാവിനും പിതാവിനും അറിയാമായിരുന്നു അത് നടക്കുമെന്ന്. താഴെ വീണിട്ടും വിട്ടില്ല. എല്ലാ ദിവസവും നടത്തിക്കാൻ തുടങ്ങി. ചിലതുണ്ടല്ലോ, ഹല്ലേലൂയ, ഞാൻ പറയും, ഇങ്ങനെ ഈ ചെടി കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ കിളിച്ചില്ലേ, വിശ്വാസം ഇങ്ങനെ വളർന്നില്ലേ? ഹല്ലേലൂയ. ചിലതുണ്ടല്ലോ പെട്ടെന്നായിരിക്കും സൗഖ്യം കിട്ടുന്നത്. ചിലതുണ്ടല്ലോ, ആമേൻ, ഹല്ലേലൂയ, വിശ്വസിക്കുക. അങ്ങനെ ഓരോ ദിവസം വിശ്വസിക്കാൻ തുടങ്ങിയപ്പം എൻ്റെ കാൽ ഇങ്ങനെ നിൽക്കുന്നത് ആടിയാടി നിൽക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പെതുക്കെ നിൽക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, പറയട്ടെ, ഞാൻ കേരള യൂണിവേഴ്സിറ്റി ഹൈ ജമ്പ് ചാമ്പ്യനാണ്. 5.3 ആണ് ഞാൻ. ഹല്ലേലൂയ. ഓൾ സെയിൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാല് ദൈവം വിടുതൽ തരുമ്പോൾ ഉണ്ടല്ലോ, പരിപൂർണ്ണ വിടുതലാണ്. അതുകൊണ്ട് ആത്മാവിൻ്റെ ശക്തി വരുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇപ്പോൾ വാർദ്ധക്യത്തിലൊക്കെ ആയിരുന്നപ്പോഴോ, ഹല്ലേലൂയ, എനിക്ക് പിന്നെയും കാലിന് പ്രയാസം തുടങ്ങി. ഹല്ലേലൂയ. ഈ ആർട്ടിഫിഷ്യൽ, ഹല്ലേലൂയ, നീയൊക്കെയാ. എന്നാലും ഉണ്ടല്ലോ, പിശാചെ, നീ ജയിക്കാൻ പോകുന്നില്ല. അത് വാർദ്ധക്യമാണേലും ബലം ക്ഷയിക്കുമ്പോഴും ഇന്ന് രാത്രി വിശ്വസിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ യൗവനം, ഹല്ലേലൂയ, ശക്തിയെ കഴുകനെ പോലെ പുതുകി വരുന്നതാണ്. ഹല്ലേലൂയ. വാർദ്ധക്യമാ, വാദമാന്നൊക്കെ പറഞ്ഞിരിക്കാതെ, ഹല്ലേലൂയ. ഞാനിവിടെ ചാടുന്നുണ്ടെങ്കിലും വാർദ്ധക്യമുള്ള ആളാ കേട്ടോ. എന്നാലും ആത്മാവിൽ ആരാധിക്കും തോറും എൻ്റെ ശക്തി ദൈവം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആർട്ടിഫിഷ്യൽ നീയും കൊണ്ട് എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനൊക്കത്തില്ലെന്ന് ഞാൻ വിചാരിച്ചു. പോടാ പിശാചേ, തലവണയിട്ട് ഞാൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, എല്ലാ മുഴങ്കാലും മടങ്ങും. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ഈ കർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോൾ എൻ്റെ മുഴങ്കാലും മടക്കി എനിക്ക് എൻ്റെ കർത്താവിനെ നിലവിളിക്കണം.
ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നടക്കും കേട്ടോ. ഹല്ലേലൂയ. നിന്റെ ആർട്ടിഫിഷ്യൽ നീക്കകത്തും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. അന്താ ജാരക സന്തലക്ഷ സാരക. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് മടങ്ങിപ്പോകാം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ. ഹല്ലേലൂയ. അപ്പനും അമ്മയും അങ്ങനെ വിശ്വസിച്ചു. അതുകൊണ്ട് അനുഭവിച്ചത് പറയുവാൻ അടുത്ത തലമുറ എഴുന്നേറ്റു. ഹല്ലേലൂയ. ഇപ്പോൾ എൻ്റെ തലമുറ എഴുന്നേറ്റ് തുടങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ കർത്താവിനെ ഉയർത്തിപ്പണിക്കാൻ ഇന്നലെ 4ാം തലമുറയാണ് എൻ്റെ പിഞ്ചു പൈതൽ. ഹല്ലേലൂയ. ഗ്രാൻഡ് ചൈൽഡാണ്. ബുക്ക് പ്രകാശനത്തിന് 23-ാം സങ്കീർത്തനം 2 വയസ്സുള്ളത് പറഞ്ഞത്. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാവോ? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല കേട്ടോ. അവൻ ഇടയനായാൽ കൂരിരുൾ താഴ്വര കൂടെ പോയാലും അനർത്ഥം ഭയപ്പെടുകത്തില്ല. അതെന്റെ തലമുറ. ആമൻ. തലമുറയായി ദൈവത്തിന് പറയാനിടയാട്ടെ. ഇവിടുത്തെ അപ്പച്ചനാണ്. ഹല്ലേലൂയ. എനിക്കിവിടെ വലിയ പരിചയമില്ലെങ്കിലും വന്ന കുറച്ച് സമയം കൊണ്ട് മനസ്സിലായി ഇവിടുത്തെ അപ്പച്ചനാണ്. ദൈവത്തെ സേവിച്ചതുകൊണ്ട് അടുത്ത തലമുറയെ ദൈവം അനുഗ്രഹിച്ചു. ഇവിടെ യേശുവിനെ ഉയർത്തിക്കാണിക്കുവാൻ ഇടയാക്കി. ഹല്ലേലൂയ. എങ്കിൽ ഹല്ലേലൂയ അടുത്ത തലമുറകൾ ദൈവത്തെ പറയുവാൻ അവർ ശക്തി കാണണം കേട്ടോ. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ആമേൻ. സമയം കടന്നു പോകുന്നല്ലോ. ആമേൻ. ഹല്ലേലൂയ. കൊയർ പാട്ട് പാടേണ്ടവർ ഒന്ന് റെഡി ആയിക്കോണേ. ഹല്ലേലൂയ. പാസ്റ്റർമാർ. ഹല്ലേലൂയ. എന്നാലോ ഇവിടെ നമുക്ക് തിരിച്ച് അപ്പോസ്തലപ്രവൃത്തി 2 വരാം. സോറി 3-ാം അധ്യായത്തിനകത്ത് 2-ാം അധ്യായത്തിൽ വരുമ്പോൾ എന്ത് പറ്റിയെന്നറിയാവോ? ഹല്ലേലൂയ. അവർ പറഞ്ഞത് കേട്ടു. യേശു പറഞ്ഞു കാത്തിരുന്ന് കേട്ടില്ല. നിങ്ങൾ മറന്നുപോയോ വായിച്ചത്? കാത്തിരുന്ന് എന്തോ പ്രാപിക്കണമെന്നാ പറഞ്ഞേ? ശക്തി. ഈ ശക്തി ഉണ്ടല്ലോ. ഞാൻ ഓർത്തു ദൈവത്തിൻ്റെ പുത്രനായ യേശുവിന് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഉണ്ടായപ്പോഴേ ശക്തി ഉണ്ടായിരുന്നെന്നായിരുന്നു എനിക്കൊരു ധാരണ. ഒന്ന് വായിച്ചേ അപ്പോസ്തലപ്രവൃത്തി 10:38. ഈ ശക്തി പാരമ്പര്യമായിരിക്കുന്ന ഞങ്ങളുടെ ഇന്ന ആൾക്കാരുടെ വീട്ടിലായതുകൊണ്ട്, ഇന്ന പാരമ്പര്യ ഇന്ന കക്ഷിക്കാരുടെ ഇല്ല ഇന്ന പാരമ്പര്യത്തിലുള്ളവരുടെ ആയതുകൊണ്ട് എനിക്ക് ഈ ശക്തി വേണ്ടാന്ന് വിചാരിക്കുന്നെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് യേശുവിന് ആവശ്യമുണ്ടായിരുന്നു. ഒന്ന് വായിച്ചേ അപ്പോസ്തലപ്രവൃത്തി 10:38. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവം ആരെ അഭിഷേകം ചെയ്തെന്നാണ് എഴുതിയേക്കുന്നേ? യേശുവിനെ. എന്തൊക്കെയാണ്? പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും. അഭിഷേകവും ശക്തിയും വേണം. With his authority and the power. ഇത് രണ്ടും വേണം കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിന്റെ ഹല്ലേലൂയ പോരാട്ടത്തിൽ നീ പലപ്പോഴും തോൽവിയാണ് സംഭവിക്കുന്നത്. പ്രാർത്ഥിച്ചിട്ടും ഈ പറയുന്ന യേശുവിന്റെ നാമത്തിലുള്ള ആമേൻ ശക്തി അനുഭവിക്കുന്നില്ലെങ്കിൽ it is time to receive a new power. ഈ സമയമായി ഒരു പുതിയ ശക്തി അതിനെ ജയിക്കത്തക്കവണ്ണം ക്രിസ്തുയേശു മുഖാന്തരം എനിക്ക് പൂർണ്ണ ജയമാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ കൂടെ പറഞ്ഞിട്ടൊന്നും കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തെന്നറിയാവോ? ഹല്ലേലൂയ. കുറച്ചുകൂടെ പവർ വേണം. ഹല്ലേലൂയ. കാത്തിരിക്കുന്നവരുടെ മേൽ വരുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിന് ആവശ്യമായിരുന്നു. എന്തിനാണെന്നറിയാവോ? പിശാചിൻ്റെ മേൽ. ഹല്ലേലൂയ. പിശാചിൻ്റെ മേൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ യേശു വന്നു. എന്നാലോ ദൈവരാജ്യത്തിൻ്റെ കൂടെ ദൈവരാജ്യമുള്ളപ്പോൾ ഓർക്കണം ഇരുട്ടിൻ്റെ രാജ്യമുണ്ട്. There is a hallelujah powers of darkness. നിന്നെ നശിപ്പിക്കുവാൻ പിശാച് എന്തിനാണെന്നറിയാവോ? കൊല്ലുവാനും മുടിപ്പാനും മോഷ്ടിക്കുവാനും. യോഹന്നാൻ 10:10 പറയുന്നു. ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് നീ തീരുമാനം ഇന്ന് രാത്രി എടുക്കുമ്പോൾ തന്നെ മറന്നു പോകരുത്.
നിന്നെ ഇല്ലാതാക്കുവാൻ, നിന്റെ വിശ്വാസത്തെ തകർക്കുവാൻ, സംശയമിടുവാൻ, ഭയമിടുവാൻ വ്യാപരിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. അതിന്മേൽ ജയിക്കണമെങ്കിൽ വചനം അറിയണം, വചനത്തിന്റെ ശക്തി അനുഭവിക്കണം. അത് ദൈവസന്നിധാനത്തിൽ ഇരുന്നാലേ ഒക്കത്തുള്ളൂ. ഒന്ന് വായിക്കണേ, അപ്പോസ്തലപ്രവൃത്തി 4:12-13. 4:12-13. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അമേരിക്കയിൽ ക്രിസ്ത്യൻ രാജ്യമാണ്. പക്ഷേ ഇപ്പോൾ പ്രാർത്ഥനയെല്ലാം പള്ളിക്കൂടങ്ങളിൽ നിന്ന് മാറ്റിയിരിക്കുക. ആർക്കും കസ്വേഡോ എന്ത് വേണേലും പറയുന്നതിന് കുഴപ്പമില്ല. യേശുവിനെ കുറിച്ച് പറയരുത്. എല്ലായിടത്തും അതാ പ്രശ്നം. ഹല്ലേലൂയ. ദുർനാവിയായിട്ട് ജീവിച്ചാലും കുഴപ്പമില്ല, യേശുവിനെ കുറിച്ച് പറയില്ല. കാരണം എന്തെന്നറിയാവോ? യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അതിനകത്ത് ശക്തി ഉണ്ടെന്നറിയുമ്പോൾ, ഹല്ലേലൂയ, അത് പറയാതിരിക്കാനാണ് ലോകമെങ്ങും ഈ നാളുകളിൽ യേശുവിൻ്റെ നാമത്തിനെതിരെ ദുഷ്ടൻ എഴുന്നേൽക്കുകയാണ്. അമേരിക്ക, ഹല്ലേലൂയ, ഒരു ക്രിസ്ത്യൻ രാജ്യമാണെങ്കിലും അവിടുത്തെ പ്രാർത്ഥനകൾ മാറ്റുകയാണ്. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ പ്രശ്നമാകാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെയുള്ളപ്പോൾ കാരണം എന്തെന്നറിയാവോ? അതിനകത്ത് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഓർക്കണേ, ഇവിടെ പറഞ്ഞിരിക്കുന്നു 4:12 വേറൊരു നാമത്തിലും രക്ഷയില്ല. ആകാശത്തിന് കീഴേ ഭൂമിക്കു മീതെ വേറൊരു നാമവുമില്ല. വേറെ ഒരു കാര്യവുമില്ല. പ്രസംഗമൊക്കെ നടത്തിക്കും, അത് മാത്രം പറയരുത്. കാരണം ഹല്ലേലൂയ, ഞങ്ങൾ ആരെയും മതം മാറ്റാൻ വരുന്നില്ല. ശക്തി അനുഭവിക്കാൻ വിളിച്ചു പറയാൻ അനുഭവിച്ചതാണ്. മുടന്തിയായ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം കിട്ടുന്നത് കൊണ്ട്, നിങ്ങളൊരു ആശുപത്രിയിൽ പോയിട്ട് നല്ല ഡോക്ടറാണെങ്കിൽ നിങ്ങൾ എന്ന് പറയത്തില്ലേ, അയ്യോ ആള് നല്ലതാ ഇല്ലേ? നിങ്ങളൊരു ഹോട്ടലിൽ പോയി നല്ലതായിട്ട് കഴിച്ചാൽ നിങ്ങൾ എന്ന് പറയില്ലേ, എന്തുവാ നല്ല ആഹാരം അവിടെ നിന്ന് കഴിച്ചു നോക്കണേ. ഞാനിന്ന് വന്നിരിക്കുന്നത് എന്തെന്നറിയാമോ? അനുഭവിച്ച സാക്ഷിയാകട്ടോ. ഹല്ലേലൂയ. കെട്ടുകഥയല്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിടുതൽ അനുഭവിച്ചു. അതുകൊണ്ട് നിങ്ങളും അനുഭവിക്കുവാൻ ഇന്ന് രാത്രിയിൽ ഈ ഒച്ചയോട് ഈ ദേശത്തോട് വിളിച്ചു പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ നടുവിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു നാമം, യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ. എന്ത് പറ്റിയെന്നറിയാം? 13-ാം വാക്യത്തിനകത്ത് എല്ലാവർക്കും അതിശയം. പഠിപ്പില്ലാത്തവർ, മീൻപിടുത്തക്കാർ, അവരുടെ പ്രസംഗം കേട്ടാൽ എന്തോ ഒരു ശക്തിയാണ്. എനിക്ക് ആദ്യമൊക്കെ ഇന്ത്യയിൽ വരാനും കേരളത്തിൽ വരാൻ പ്രസംഗിക്കാനും ഒക്കെ പേടിയായിരുന്നു. കാരണം എൻ്റെ അമ്മയുടെ അത്രയൊന്നും പ്രസംഗിക്കാൻ എനിക്ക് കഴിവില്ല. അമ്മയ്ക്ക് കഥ പറയാനറിയാം. അതിനിടയിൽ പല കാര്യങ്ങളൊക്കെ ഓർക്കും. പലരും അന്നേരം ആദ്യമൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ആൾക്കാർ വരും, പ്രസംഗം നല്ലതായിരുന്നു, എന്നാലും മേരിക്കോറിൻ്റെ അത്രയും പറ്റത്തില്ല. അന്നേരം ഞാൻ ഓർക്കുമോ, എനിക്കും പറ്റത്തില്ല, വെറുതെയാ. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ അനുഭവിച്ച് കഴിയും തോറും ഹല്ലേലൂയ, മേരിക്കോരാകാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്, യേശുവിനെ പോലെ ആകാനാണ്. യേശുവിൻ്റെ നാമം ഉയർത്തി പറയാനാണ് എന്നെ വിളിച്ചത്. അവൻ്റെ പാത നടത്താനാണ്. അവൻ മാത്രമേ ഉള്ളൂ ജീവനും വഴിയും സത്യവും. അത് വിളിച്ചു പറയാനാണ് നമ്മൾ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. ഒരു പുണ്യാളന്മാരെ ഉണർത്താനല്ല, മറ്റുള്ളവരെ വിളിച്ചു പറയാനല്ല. എൻ്റെ അമ്മ നല്ല ഒരു മാതാവായിരുന്നു, സുവിശേഷത്തിന് വേണ്ടി ജീവിച്ചു. പക്ഷേ ഉയർത്തി പാണിക്കേണ്ട ആരാന്നറിയാവോ? ഹല്ലേലൂയ, ക്രിസ്തുവിനെ. എൻ്റെ അമ്മയിൽ കൂടെ വ്യാപരിച്ച ഒരു ശക്തി, ആ ശക്തിയെ അതിനെക്കുറിച്ചാണ് ഈ ബുക്ക് എഴുതിയേക്കുന്നത്. എൻ്റെ അമ്മയെക്കുറിച്ചല്ല കേട്ടോ. എൻ്റെ അമ്മ ഒരു സാധാരണ സഹോദരിയായിരുന്നു. എന്നാലോ യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ മാതാവും പിതാവും ആ ദൈവശക്തി അനുഭവിച്ചു. അനുഭവിച്ച കൃപ, അനുഭവിച്ച ശക്തി ഇന്ന് രാത്രിയിൽ നമുക്ക് ഏവർക്കും അനുഭവിക്കാൻ കഴിയും. അതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇവർ പഠിപ്പില്ലാത്തവർ, ജ്ഞാനികൾ,
അയ്യോ, സിസ്റ്ററിൻ്റെ അത്രയൊന്നും പ്രസംഗിക്കാൻ എനിക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ചു കേട്ടോ, പലരെക്കുറിച്ചുമല്ല. ഹല്ലേലൂയ. കർത്താവേ, വിക്കനായ മോശയെ ഉപയോഗിച്ചെങ്കിൽ ഹല്ലേലൂയ, എനിക്കൊരു കാര്യം, യേശു സ്നേഹിക്കുന്നു, യേശു വിടുവിക്കുന്നു, യേശു രാജാവായി വേഗം വരുന്നു, അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അതാണ് സുവിശേഷം. അതിന് വലിയ പഠിപ്പൊന്നും വേണ്ട. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ പറയാൻ വന്നതും അത് മാത്രം പറയാനാണ്. ഹല്ലേലൂയ. നമുക്ക് മടങ്ങിപ്പോവാം. അല്ല, ശിഷ്യന്മാർ പഠിത്തമില്ലാത്തവരായിരുന്നാലും അവരെന്ത് പറ്റുന്നറിയാം, ഇത് ചെയ്യണമെങ്കിൽ ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ മേരിക്കോവറിൻ്റെ മോളായിരിക്കുന്നതുകൊണ്ട്, എൻ്റെ ബാവച്ചൻ്റെ മോളായിരിക്കുന്നതുകൊണ്ട്, ഹല്ലേലൂയ, ആരാധനയ്ക്ക് പെന്തിക്കോസുകാരുടെ എവിടെ പോയിരുന്നാലും പാസ്റ്റർമാരെന്നെ കാണുമ്പം സിസ്റ്ററിനൊരു 10 മിനിറ്റ് എടുക്കാം കേട്ടോ. എന്തുവാ, അമ്മയുടെ മോളായിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി സമയമൊക്കെ കിട്ടുമായിരുന്നു നാട്ടിൽ വരുമ്പം. അതിനുവേണ്ടി ഞാൻ പോയി ബൈബിള് വായിക്കുമായിരുന്നു കേട്ടോ. പാസ്റ്റർ ചോദിക്കുമല്ലോ, ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയണ്ടായോ, അതിനുവേണ്ടി ഓടിപ്പോയി കർത്താവേ ഒരു വാക്യം താ. പിന്നെ ഒരു പ്രാസംഗിയായ അമ്മയുടെ മോളായിരിക്കുന്നതുകൊണ്ട് അതൊക്കെ കേട്ട് ഒത്തിരി പഠിച്ചിട്ടുണ്ട്. എന്ത് പറയണമെന്നും പ്രസംഗിക്കണമെന്നും ആളുകളെ ഇളക്കണമെന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്കൊക്കെ പാസ്റ്റർമാരുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് നടക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, അതുകൊണ്ട് ശക്തി അനുഭവിക്കത്തില്ല കേട്ടോ. ഇവരെന്താണെന്നറിയാവോ, അവർ യേശുവിൻ്റെ കൂടായിരുന്നു. ഹല്ലേലൂയ. മർക്കോസ് 3:14 പറയുന്നത് എന്തെന്നറിയാവോ? ഹല്ലേലൂയ. പന്തിരി വരെ അവൻ നിയമിച്ചു. എന്തിനാണെന്നറിയാവോ? യേശുവിൻ്റെ കൂടെ ഇരിക്കാനും ഇരുന്നവരാണ് പ്രസംഗിക്കേണ്ടത്. പ്രസംഗിക്കുന്നവർ ഹല്ലേലൂയ, ആ പ്രസംഗിക്കുമ്പോഴാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത്. യേശുവിൻ്റെ കൂടെ ഇരിക്കാൻ തയ്യാറായിരിക്കണം. യേശുവിനെ സേവിക്കുമ്പോൾ ഹല്ലേലൂയ, അവനെ പോലെ ആയിത്തീരുവാൻ, അവൻ്റെ കൽപ്പന അനുസരിക്കുവാൻ. അത് കൽപ്പന അനുസരിക്കുക എന്ന് പറഞ്ഞാൽ യേശു എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. വിശ്വസിച്ചിട്ട് കഴിഞ്ഞാൽ സ്നാനമേറ്റിട്ടുണ്ടെങ്കിൽ അത് സ്നാനമേൽക്കണം. ഞങ്ങളൊക്കെ പാരമ്പര്യ കുടുംബത്തിലാണ്. ഹല്ലേലൂയ. എൻ്റെ പിതാവ് സ്നാനമേറ്റപ്പോൾ ഞങ്ങളെയൊക്കെ, എൻ്റെ പിതാവിനെയും മാതാവിനെയൊക്കെ മുടക്കിയതാ. ഹല്ലേലൂയ. പക്ഷേ യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതാണ്. നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം. വിശ്വസിക്കുന്നവരാണ് സ്നാനമേൽക്കേണ്ടത്. അതാണ് ദൈവത്തിൻ്റെ കൽപ്പന. ഹല്ലേലൂയ. ഇതാരേലും കേൾക്കുന്നവര് വിശ്വസിച്ചിട്ട് നാളുകളായി, എന്നിട്ട് വിശ്വസിച്ച സ്നാനം എടുത്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കൺവെൻഷൻ കഴിയുന്നതിന് മുമ്പേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരോടേലും പല പ്രധാനപ്പെട്ട പാസ്റ്റർമാരോട് അറിയിച്ചാൽ മതി. ഹല്ലേലൂയ. ദേശം ഒന്ന് അറിയട്ടെ, ഇന്ന് മുതൽ ഈ പ്രസംഗം മുഖാന്തരമാ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ നീ തീരുമാനം എടുത്തുവെന്ന്. ഹല്ലേലൂയ. അടക്കത്തെയും ഉയർപ്പിനെയും കാണിക്കുന്ന സ്നാനം ഹല്ലേലൂയ ആവശ്യമാണ്. ഹല്ലേലൂയ. മടങ്ങി നമുക്ക് ഹല്ലേലൂയ 3-ാം അധ്യായത്തിലേക്ക് വരാം. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിൽ വന്നപ്പോൾ എന്താണ് യേശു ഹല്ലേലൂയ പത്രോസും യോഹന്നാനും ഹല്ലേലൂയ എന്താണ് 9-ാം മണി നേരത്ത് സാധാരണ ദേവാലയത്തിൽ പോകുമായിരുന്നു. ദേവാലയത്തിൽ പോകുന്നതുകൊണ്ട് എന്തു പറ്റിയായിരുന്നു? ഹല്ലേലൂയ. അവൻ സാധാരണ പോകുന്ന ആളാ കേട്ടോ. 9-ാം മണി നേരത്ത് പ്രാർത്ഥന സമയത്ത് പോകുമായിരുന്നു. പക്ഷേ ഇതുവരെ പോയപ്പോഴും ഭിക്ഷക്കാരന് ഭിക്ഷ കൊടുത്തേ പരിചയമുള്ളൂ. പക്ഷേ 2-ാം അധ്യായത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്ന ശിഷ്യന്മാരുടെ വ്യത്യാസം വന്നു. ഹല്ലേലൂയ. അവർക്കുള്ളത് എന്താണെന്നും ഇല്ലാത്തത് എന്താണെന്നും അവർക്ക് തിരിച്ചറിഞ്ഞു. അന്ന് അവർ പോവുകയാണ് പ്രാർത്ഥിക്കുവാൻ. ഭിക്ഷ യാചിക്കുന്ന ജന്മന പേരെന്നമാണ്? സുന്ദര ദേവാലയം. പേരൊക്കെയുണ്ട്, പക്ഷേ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഭയങ്കര പേരാ. IPC എന്നും ചർച്ചൊക്കെ ഓടുന്നു, അസംബ്ലീസ് ഒക്കെ ഓടുന്നു, പെന്തിക്കോസ് ആണെന്നും ഒക്കെ. ഹല്ലേലൂയ. പക്ഷെ എന്തുവാണ് ഇപ്പോഴും നിരന്നുകൊണ്ടിരിക്കുക. കർത്താവെ തരണേ, അനുഗ്രഹിക്കണേ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. നിങ്ങൾ കൽപ്പിക്കണം. അവർ കൽപ്പിച്ചു, അതുപോലെ സംഭവിച്ചു. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഈ ദിവസങ്ങളിൽ കൽപ്പിക്കുക.
ഞങ്ങളിവിടെ കൽപ്പിക്കാൻ വന്നിരിക്കുന്നവരാ. ഹല്ലേലൂയ. എന്ത് പറ്റി? അതൊന്ന് വായിക്കണേ. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും അങ്ങോട്ട് പോയി. രണ്ടുപേരൂടെ ഒരുമനപ്പെട്ട രണ്ടുപേരൂടെ ഉറ്റു നോക്കിയെന്നല്ലേ, ഉറ്റു നോക്കിയിട്ട് പറഞ്ഞതൊന്ന് വായിക്കണേ. ഇന്ന് രാത്രികാലം വിശ്വാസം വർദ്ധിച്ചുകൊണ്ട് ഹല്ലേലൂയ ഞങ്ങൾ പറയാൻ പോവുകയാണ്. ഒന്ന് വായിച്ചേ. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തലന്മാര് ഒന്നുമില്ലാത്തവരല്ലായിരുന്നു കേട്ടോ. 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, 1-ാം അധ്യായത്തിൽ കാണാം, അവർക്കുള്ളതെല്ലാം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചിരുന്നു. ഈ അപ്പോസ്തലന്മാർ അന്നത്തെ വലിയ ധനികർ തന്നെയായിരുന്നു. എല്ലാവരും കൊണ്ട് അവർക്കുള്ളതൊക്കെ കൊണ്ട് കാൽക്കൽ വെക്കുന്നവരാ. ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, ഒന്നുമില്ലെന്ന് കണ്ടു. ഹല്ലേലൂയ. അവർക്കുള്ളതിനെക്കാട്ടിലും വലിയത് യേശുവിൻ്റെ നാമം ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ തന്നിടുന്നു. നിനക്ക് തരാൻ കഴിയുന്ന പണത്തെക്കാട്ടിലും, ഞങ്ങളുടെ കയ്യിലുള്ള വെള്ളിയെക്കാട്ടിലും, പൊന്നിനെക്കാട്ടിലും വലിയേറിയത് ഈ പെന്തിക്കോസിന്റെ അനുഭവത്തില്, അവന്റെ ശക്തിയില് ഞങ്ങൾ അനുഭവിച്ചുവെന്ന് കണ്ടിട്ട് ഞങ്ങളിതാ തരുന്നു. നസറായന യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ്